നാഗർകോവിലിൽ ഡമ്മി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി 20 പവൻ സ്വർണം കവർന്നു. സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ 3 അംഗ സംഘമാണ് പിടിയിലായത്. പർദ്ദയണിഞ്ഞാണ് സംഘം കവർച്ചയ്ക്ക് എത്തിയത്. നാഗർകോവിൽ കോട്ടാറിലാണ് ഗൃഹനാഥനെ ഡമ്മി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് 20 പവന്റെ സ്വർണം കവർന്നത്. വേദനഗർ മേലെ പുതുതെരുവ് സ്വദേശി മുഹമ്മദ് ഉമർ സാഹിബിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഇടമലക്കുടി സ്വദേശികളായ അമർ റഹീം, അഴകിയ പാണ്ഡ്യപുരം സ്വദേശി ആൽവിൻ ജോയുടെ ഭാര്യ കളരി എന്നിവരാണ് പിടിയിലായത്. ഉമർ സാഹിബ് 35 വർഷമായി വിദേശത്ത് ജോലി ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ 1 വർഷമായി കോട്ടാറിലെ വീട്ടിലാണ് താമസം. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് ഭാര്യ ജാസ്മിനും മകൾ നബീമയും നാഗർകോവിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പോയി. ഉമർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് കവർച്ച നടന്നത്. വെള്ള ഹുണ്ടായി കാറിൽ പർദ്ദയണിഞ്ഞെത്തിയ 7 അംഗ സംഘം അതിക്രമിച്ച് വീട്ടിനകത്ത് കയറി. വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന ഉമർ സാഹിബിനെ ഡമ്മി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കസേരയിൽ കെട്ടിയിട്ടു. വായിൽ കറുത്ത ബാൻഡേജ് ഒട്ടിച്ച് അരിവാൾ കൊണ്ട് കാലിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തുടർന്ന് സ്വകാര്യ മുറിയിലെ അലമാരയിൽ ഉണ്ടായിരുന്ന 20 പവന്റെ സ്വർണം കവർന്നു. ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ ജാസ്മിൻ മോഷ്ടാക്കളെ കണ്ട നിലവിളിച്ചു. അതോടെ പ്രതികൾ കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിയന്ത്രണം വിട്ട കാർ അടുത്തുള്ള ചുമരിൽ ഇടിച്ചു. തുടർന്ന് കാർ ഉപേക്ഷിച്ച് പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്തുടർന്ന നാട്ടുകാർ മോഷ്ടാക്കളിൽ ഒരാളെ പിടികൂടി. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ കോട്ടാർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു. വീട്ടിൽ നിന്ന് ഡമ്മി തോക്കും അരിവാളും പോലീസ് കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിനൊടുവിൽ സംഘത്തിലുള്ള 2 പേരെ കൂടി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തോക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് പ്രതികൾ വെളിപ്പെടുത്തി. കോട്ടാർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കന്യാകുമാരി.